സമൃദ്ധയ്ക്ക് പഴയ കാര്യങ്ങൾ എന്തേലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അല്ല, സമൃദ്ധ ഇപ്പോഴും പഴയ സമൃദ്ധ തന്നെയാണോ? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താടി കിട്ടുന്നില്ലേ? ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇവനെന്താ ഫോൺ എടുക്കാത്തേ? അമ്മ ഏട്ടൻ വണ്ടി ഓടിക്കായിരിക്കും. അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? ഏട്ടൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, അപ്പൊ നമുക്ക് ചോദിച്ചാ പോരെ? എന്തായിരിക്കും അവൻ പറഞ്ഞ സർപ്രൈസ്? വാ ഇരിക്ക്. കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് മതി അങ്ങോട്ടെങ്കിലും പോകുന്നത്. എന്താടാ ഫോൺ എടുക്കാത്തെ? അത് വീട്ടിൽ നിന്നാ. എന്നാ പിന്നെ എടുത്തൂടെ? എനിക്കിപ്പോ ആരോടൊന്നും പറയാനില്ല. എന്നാ നീ കുറച്ചേരം കിടക്ക്. എടാ, എനിക്ക് കിടക്കാനൊന്നും നേരമില്ല. പിന്നെന്താ വീട്ടിൽ പോവാതെ ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞത്? ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് തീരുമാനം? എനിക്ക് പോയി അർച്ചനെ മോളൻ കൊണ്ടുവരണം. സച്ചി, നീ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് പറയ്. ഇതെന്താ പ്രാക്ടിക്കൽ ആവാത്തെ? എന്റെ ഭാര്യയും കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാൻ എനിക്ക് അവകാശമില്ലേ? ആരെ തടയുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എടാ, നീ നിന്റെ എടുത്തുചാട്ടൊന്ന് അവസാനിപ്പിക്ക്. എന്നിട്ട് സമാധാനമായി എല്ലാം ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. ഞാൻ നിനക്ക് കുടിക്കാൻ എന്തേലും എടുക്കാം. ഹലോ അവന്തികെ, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെയാണല്ലോ ഇപ്പൊ വിശേഷങ്ങള്. നിന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടന്നു, സമൃദ്ധ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു. എല്ലാവർക്കും എല്ലാം കൊണ്ട് സന്തോഷായിരിക്കല്ലോ. ഞാൻ അവന്തികയെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. നീ എന്താ പിന്നെ ഇങ്ങോട്ടൊന്നും വരാതിരുന്നത്? ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. കുറച്ചു ദിവസം ഓഫീസിൽ നിന്ന് മാറിയുന്നതല്ലേ. സമൃദ്ധയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾക്കൊരു കുഴപ്പമില്ല. എന്റെ പ്രാർത്ഥന ഫലിച്ചു എന്നാ തോന്നുന്നേ. പഴയ കാര്യങ്ങൾ എന്തേലും അവൾ പറയുന്നുണ്ടോ? ഏയ് ഇല്ലില്ല. ഒരു മിനിറ്റേ. പാല് തിളച്ചുപോയി. ഇനി പറ. സമൃദ്ധയ്ക്ക് പഴയ കാര്യങ്ങൾ എന്തേലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അല്ല, സമൃദ്ധ ഇപ്പോഴും പഴയ സമൃദ്ധ തന്നെയാണോ? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശിവയോഗിയുടെ ആശ്രമത്തിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഇവൾക്ക് മാത്രം എന്താ ഓർമ്മ തിരിച്ചിട്ടാത്തത്? അവന്തിക പറയുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷെ അതിന് പൂജ പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ. അതിനു മുൻപ് ആ ഡ്രൈവർ വന്ന് എല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞില്ലേ. നീയേ ഒരു കാര്യം ചെയ്യണം. എന്താ? ഇനി എപ്പോഴും അവളെ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യണം. എന്ന് പറഞ്ഞാ നിന്റെ ഒരു കണ്ണ് അവളുടെ മേലിൽ എപ്പോഴും വേണം. അതെന്തിനാ അവന്തിയെ? അവളുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ നടപ്പിലോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോന്ന് നോക്കണം. നിങ്ങളോടെല്ലാം അവൾ പെരുമാറുന്നത് പഴയതുപോലെ തന്നെയാണോന്ന് നമുക്കൊന്നും അറിയാലോ. അതൊക്കെ പഴയതുപോലെ തന്നെയാ. സമൃദ്ധയ്ക്ക് ഒന്നിനും ഒരു മാറ്റവും ഇല്ല. ആ സ്വാമിജിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉടായിപ്പായിരുന്നെന്നാ ഇപ്പൊ എന്റെ സംശയം. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എനിക്കിപ്പോ അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. പക്ഷേ സമൃദ്ധയുടെ മനസ്സിലെന്താന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറയുകയും ചെയ്യാം. നീ മാത്ര
എനിക്കെല്ലാം നഷ്ടപ്പെട്ടതിനുള്ള ഉത്തരവാദി. ഇതിന് നിന്നോട് എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. അല്ല, എന്തുപറ്റി ഇങ്ങനെയൊക്കെ പറയാൻ? പൂജ നടക്കുമ്പോ അവന്തിക അവിടെ ഉണ്ടായിരുന്നതല്ലേ? ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം അവന്തികയ്ക്കും അറിയാവുന്നതല്ലേ? പിന്നെ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ എന്തുപറ്റി? അത് പിന്നെ ആ സമയത്ത് അല്ല, സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന തന്നെയാ ഞാൻ വിശ്വസിച്ചത്. പിന്നെ ചിലരുടെ കാര്യത്തിൽ പൂജ കഴിഞ്ഞിട്ട് ഉടനെ ഓർമ്മ കിട്ടണമെന്നില്ല. മറ്റു ചിലർ ഓർമ്മ കിട്ടിയാലും അത് പുറമെ പ്രകടിപ്പിക്കണമെന്നില്ല. ആ, നിന്റെ ഭർത്താവിന്റെ കാര്യം അങ്ങനെ ആയിരുന്നല്ലോ. എഴുന്നേറ്റ് നടന്ന അടുക്കളയിൽ പോയി കട്ടൻ ചായ ഇട്ടിട്ടും നീ അറിഞ്ഞില്ലല്ലോ. അതും ശരിയാ. അതൊരു വല്ലാത്ത പറ്റായിപ്പോയി. അങ്ങേരൊരു സൂചന പോലും തന്നില്ല. അതിന്റെ ഷോക്കിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാ ഇതും ഞാൻ നിന്റെ അടുത്ത് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞത്. ഇതും അതുപോലെ എന്തേലും ആണെന്ന് അറിയണമല്ലോ. സമൃദ്ധയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ ശ്രദ്ധിക്കാം. എന്തെങ്കിലും ഒരു മാറ്റം വന്നാ ഞാൻ അന്നേരം വിവരം അറിയിക്കാം. ആ ശരി, ഓക്കെ. ഇനി അവന്തിക പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടോ? ആ, ചായ കൊണ്ട് രാജീവേട്ടന് കൊടുക്കാം. എന്താ സമൃദ്ധേ, നീ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ഇങ്ങനെ നോക്കുന്ന എന്താന്ന്? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നിന്റെ നോട്ടം കണ്ടിട്ടേ എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തു മനസ്സിലായില്ലെന്ന്? എനിക്കെല്ലാം മനസ്സിലായി. എങ്കി പറ, എന്റെ പേരെന്താ? ഇതെന്ത് ചോദ്യാ? ഈ ശിശിരച്ചിക്ക് ഇത് എന്താ പറ്റിയേ? തലയുടെ പിരി വല്ലതും ഊരിപ്പോയോ? എന്റെ തലയിലെ പിരിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും ശിശിരച്ചിയുടെ നാത്തൂൻ തന്നെയാ.